ചൂടായപ്പോൾ കടുകിട്ടു. പിന്നെ കറിവേപ്പില ഇട്ടു. അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. വഴറ്റിയെടുക്കുക, നന്നായി വഴറ്റിയെടുക്കുക, നല്ല ബ്രൗൺ നിറമാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോഴേ നമ്മുടെ സവാളയും പച്ചമുളകും കൂടെ നല്ല പച്ചമണമൊക്കെ മാറി നല്ല വഴണ്ട് വരുള്ളൂ. മൂപ്പിച്ചെടുക്കുക, നല്ല വൃത്തിയ പച്ചമണം പോകുന്നവരെ നല്ല റോസ്റ്റാക്കി എടുക്കുക. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കുക. എനിക്കറിയാവുന്ന രീതിക്കാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത്. എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞതാണ്. അത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി, ഞാൻ മീഡിയം സൈസിൻ്റെ 2 തക്കാളിയാണ് ഇട്ടത്. അത് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ നല്ല വഴറ്റി യോജിപ്പിക്കുക. നന്നായിട്ട് വഴണ്ട് വരുന്നത് വരെ നല്ല പച്ചമണം ഇതിൻ്റെയൊക്കെ തക്കാളിയുടെയും ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയൊക്കെ നല്ല പച്ചമണം ഒരു പച്ചക്കുത്ത് പോണത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം മസാല നമുക്ക് ചേർക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യമായ മസാല ചേർക്കേണ്ടത്. നല്ല ഇതുപോലെ വഴണ്ട് വരുന്നതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഈ മസാലയിലെയും പച്ചക്കുത്ത് പോകുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പച്ചമണം പോയിട്ടൊരു നല്ല ഒരു സ്മെല്ല് വരും. അതുവരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മളെ മെയിൻ ചേരുവയായ നമ്മളെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇതും നല്ല മസാലയും കൂടെ നല്ല ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് എടുക്കുക. ഞാൻ എൻ്റെ രീതിക്കാണ് കല്ലുമ്മക്കായ അച്ചാർ ഈ ഫ്രൈ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക. ഇത് ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യമായ നമുക്ക് വെള്ളം, ഈ കല്ലുമ്മക്കായ വേവാനുള്ള വെള്ളം, ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ, എന്നാലും ഈ മസാലയിൽ കിടന്ന് വേവാനുള്ള വെള്ളം, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് അടച്ച് വെച്ച് വേവിച്ച് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മേലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഇളക്കി യോജിപ്പിച്ച് കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. സ്വാദിഷ്ടമായ നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ തയ്യാറായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.